ലോകത്തിലെ എണ്ണ വിതരണത്തിന്റെ 20% കടന്നുപോകുന്നത് പേർഷ്യൻ ഗൾഫിനെയും ഗൾഫ് ഒമാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഹോർമുസ് കടലിടുക്കിലൂടെയാണ്. സംഘർഷത്തെ തുടർന്ന് ഇറാൻ അത് അടച്ചുപൂട്ടുമ്പോൾ ഇന്ത്യ അടക്കമുള്ള ലോകരാഷ്ട്രങ്ങളുടെ എണ്ണ ലഭ്യതയെയും സമ്പദ്ഘടനയെയും അത് നിർണായകമായി സ്വാധീനിക്കും. ഗൾഫിൽ നിന്ന് വലിയ അളവിൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ജപ്പാൻ, ചൈന, ഇന്ത്യ എന്നീ രാജ്യങ്ങൾ യുദ്ധം അവസാനിച്ചില്ലെങ്കിൽ സാമ്പത്തിക ഞെരുക്കത്തിലേക്കും വികസന മുരടിപ്പിലേക്കും പോകുമെന്ന് നിസ്സംശയം പറയാം. ഇറാനും പേർഷ്യൻ ഗൾഫ് രാജ്യങ്ങളും വ്യോമാതിർത്തി അടയ്ക്കുന്നത് ഇന്ത്യയെ ഗുരുതരമായി ബാധിക്കുന്ന പ്രശ്നമാണ്. കാരണം ഇന്ത്യയുടെ അസംസ്കൃത എണ്ണ ഇറക്കുമതിയുടെ ഏകദേശം 40% ഹോർമുസ് കടലിടുക്ക് താണ്ടിയാണ് ഇന്ത്യയിലേക്ക് എത്തേണ്ടത്. ഹോർമുസ് കടലിടുക്കിലൂടെ പോയ 2 കപ്പലുകൾ ഇതിനകം ആക്രമിക്കപ്പെട്ടത് ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലുണ്ടായ ഗതാഗത തടസ്സമാണ് എണ്ണവിലയിലെ കുതിപ്പിനും അതുവഴി മൊത്തത്തിലുള്ള വിലക്കയറ്റത്തിനും കാരണമാകുന്നത്. റഷ്യയിൽ നിന്നുള്ള എണ്ണയും ഈ പാതയിലൂടെ തന്നെയാണ് സഞ്ചരിക്കുന്നത്. സൗദി, കുവൈത്ത്, ഇറാഖ്, ഖത്തർ, ബഹ്റൈൻ, UAE എന്നിവിടങ്ങളിൽ നിന്നുള്ള എണ്ണ കപ്പലുകൾ മറ്റിടങ്ങളിലേക്ക് എത്താൻ ഹോർമുസിൽ കാത്തു കിടക്കുകയാണ്. വിതരണം കുറയുന്നതോടെ വില ഇനിയും വലിയ രീതിയിൽ ഉയരും. ചുരുക്കി പറഞ്ഞാൽ പശ്ചിമേഷ്യൻ സംഘർഷം നീണ്ടു നിൽക്കുന്നത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ ഗുരുതരമായി തന്നെ ബാധിക്കും.